സഭാപിതാക്കന്മാരുടെ ആകുലതകളെ ഗൗരവമായി എടുത്തുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ വിഷയത്തിൽ ഇടപെട്ടതും തീർച്ചയായിട്ടും ആ വിഷയത്തിൽ FCR ബില്ല് ഉൾപ്പെടെ പാർലമെന്റ് മാറ്റിവെച്ചു. അതിന്മേൽ ചർച്ച നടത്തും, ആകുലതകൾ പരിഹരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ പുറകിൽ പിന്നെയും പർപ്പസ്ഫുള്ളി BJP ഉതർപ്പിക്കാനുള്ള വലിയ ശ്രമങ്ങൾ പല ഭാഗത്തുണ്ടായി. മാത്രമല്ല തെരഞ്ഞെടുപ്പിൻ്റെ ദിവസമൊക്കെ നടത്തുന്ന പ്രചരണങ്ങൾ, പ്രത്യേകിച്ച് ദീപിക പത്രമൊക്കെ നടന്ന പ്രചരണങ്ങളെ അങ്ങേയറ്റം അപലപിക്കുകയാണ്. ഇത്തരത്തിൽ ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി, ഈ പിന്തുണയ്ക്കുന്ന KC വേണുഗോപാലും ജോസ് കെ മാണിയും ഇവരൊക്കെ സഭയ്ക്ക് വേണ്ടി എന്തു ചെയ്തു, അല്ലെങ്കിൽ സഭയ്ക്ക് നിർണായകമായ നിലപാട് ഉണ്ടാകേണ്ട സമയത്ത്, സഭയ്ക്ക് അനുകൂലമായ നിലപാട് ഉണ്ടാകേണ്ട ഒരു സമയത്തും, അത് 80-20 വിഷയമാകട്ടെ, പള്ളുരുത്തി വിഷയമാകട്ടെ, മുനമ്പം പ്രശ്നമാകട്ടെ, സംവരണ വിഷയങ്ങളാകട്ടെ, JB കോശി കമ്മീഷനാകട്ടെ, റബ്ബറിൻ്റെ വിലയാകട്ടെ, ഇതെല്ലാം എടുത്ത് നോക്കിയോ, ഇവിടെ എന്നും ഒന്നിനും ഇടപെടാത്ത ഇവർക്ക് വേണ്ടി ഈ ചില വ്യക്തികൾ, സഭ എന്ന് ഞാൻ പറയില്ല, ചില വ്യക്തികൾ വിടുപണി ചെയ്യുന്നുണ്ട്. ഇതിനെ നിയന്ത്രിക്കാൻ സഭയ്ക്ക് പറ്റണം. കാരണം അത് പറ്റിയില്ല എങ്കിൽ സഭയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ഞങ്ങളെപ്പോലെയുള്ളവർ ഒന്നും ചെയ്യാൻ പറ്റാത്ത നിർജ്ജീവമായി പോകും. വേറെ മാർഗ്ഗമില്ല. കാരണം ഇതുമായിട്ട് വരുമ്പോൾ ഇന്നലത്തെ പത്രം എടുത്ത് വെച്ചിട്ട്, ഇന്നലത്തെ ദീപിക പത്രത്തിൻ്റെ ഫ്രണ്ട് പേജ് എടുത്ത് വെച്ചിട്ട് അമിത്ഷാജി ചോദിക്കുക, നിങ്ങളല്ലേ സഭയ്ക്ക് വേണ്ടി ഇന്ന കാര്യങ്ങൾ ആവശ്യപ്പെട്ടത്, നിങ്ങൾ പറഞ്ഞിട്ടല്ലേ FCR ബില്ല് മാറ്റി വെച്ചത്, ഇതെന്താ എന്ന് ചോദിച്ചാൽ ഞാൻ എന്താ പറയുക? എങ്ങനെ നമുക്ക് സംസാരിക്കാൻ പറ്റും? ഇതൊക്കെ നിയന്ത്രിക്കപ്പെടേണ്ടതാണ്. സഭാപിതാക്കന്മാരുടെ അടുത്ത് ഔദ്യോഗികമായി സംബന്ധിച്ച് പരാതി അറിയിക്കും.